ജോഷ്ല, ഇപ്പോൾ മനമന്ത്രിയുടെ പ്രതികരണമൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ ഏതായാലും കടുവ അവിടെ നിന്ന് മാറ്റിയോ? പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയോ? ജോഷ്ലയിലേക്ക് പെട്ടെന്ന് എത്താം മനു. ജോഷ്ലയുടെ കോൾ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ എഫർട്ടാണ് ജോഷ്ലയ്ക്ക്. ശ്വാസം മുട്ടലുണ്ടായി. കാരണം ആ കയറ്റമെല്ലാം കയറി ആ പോലീസുകാരുമായിട്ട് സംഘർഷം ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കയറി പോകേണ്ട സാഹചര്യം ഉണ്ടായി. ഏതായാലും തടഞ്ഞ ഒരു ഘട്ടത്തിലോ അത് എത്രത്തോളം എഫേർട്ട് എടുത്ത് ഈ അതിരാവിലെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും. പക്ഷെ അവിടെ നടപടി ശരിയായില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ജോഷ്ലയിലേക്ക് പോകുന്നത്. എന്തായാലും സ്ഥിരീകരണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി പോസ്റ്റ്മോർട്ടമാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കടുവയുടെ ശരീരത്തിലെ മുറിവുകൾ സംബന്ധിച്ച് നിർണായകമായ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇനി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കാത്തു നിൽക്കണം. ഡോക്ടർ അരുൺ സക്രിയ നേരത്തെ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മന്ത്രി കൂട്ടിച്ചേർത്തതും അതേ വിവരങ്ങൾ തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ മന്ത്രി പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാം. വയനാട്ടിൽ 2 ദിവസം കൂടി ഓപ്പറേഷൻ തുടരും. നാട്ടുകാർ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന്. യെസ്, ജോഷ്ലയുണ്ട്. ജോഷ്ല, തിരികെ ജോഷ്ലയിലേക്ക്. എന്താണ് ജോഷ്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? മനു, കടുവയെ കുപ്പാടിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടക്കും. എന്നാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ, മരണകാരണം എന്താണെന്നുള്ള കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അരുൺ സക്കറിയ പറഞ്ഞു വെച്ചത്. എന്തായാലും 6-7 വയസ്സിനിടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തിരിക്കുന്നത്. അതേസമയം തന്നെ കടുവയെ ഇതുവരെ ആ 1 മണിക്കൂറിന് മുൻപ് വരെ ഇവരുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാൽ വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വെടിവെപ്പിന്റെ ഭാഗമായിട്ടല്ല കടുവ ചത്തത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഉൾവനത്തിൽ മറ്റ് കടുവകളുടെയോ അല്ലെങ്കിൽ വന്യജീവികളുടെയോ ആക്രമണം ഉണ്ടായേക്കാം. അതിന്റെ മുറിപ്പാടുകളായിരിക്കാം കണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വെടികൊണ്ടല്ല ചത്തത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. അത് അരുൺ സക്കറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് കാരണങ്ങൾ, അതായത് കുറച്ച് പഴക്കമുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. നരഭോജി കടുവ തന്നെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിലും സംശയ നിവാരണം വന്നിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോയിരിക്കുന്നത്. അവർക്ക് കൃത്യമായ അവരുടെ ആശങ്കകളൊക്കെ മാറിയിട്ടുണ്ട്. ഈ കടുവ തന്നെയാണ് ചത്തത് എന്നറിഞ്ഞതിൽ സന്തോഷം അവർ ഞങ്ങളോട് പങ്കുവച്ചതുമാണ്. ഈ കടുവയുമായുള്ള ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചതുമാണ്. എന്തായാലും ഇതുവരെ അവർക്ക് ലഭിച്ച പ്രതികരണങ്ങൾ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണങ്ങളും വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളും എല്ലാം തന്നെ ആശ്വാസം പകരുന്നതാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ അവർക്ക് ആശങ്കയായിരുന്നു കടുവ ചത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല അവർക്ക് ഇനിയും ഈ പരിസരങ്ങളിൽ തന്നെ ജീവിക്കേണ്ടവരാണ്. കടുവ ചത്തിട്ടില്ല എങ്കിൽ ഇതുവരെയായിട്ട് അവർ തൊഴിലിന് പോയിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ ഭയപ്പാടുകളായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഭയാശങ്കകളൊക്കെ തന്നെ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. മാത്രമല്ല ആളുകൾക്ക് ഇതുവരെ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ നിന്നും കരകയറിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുവരെ സർക്കാർ നൽകിയ സേവനങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് RRT സുരക്ഷയടക്കം നൽകിയിരുന്നു. അതൊക്കെ തന്നെ അവരിപ്പോൾ സ്മരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും ഉടനെ തന്നെ ഈ കടുവ രാധയെ കൊന്നു എന്നുള്ള നിമിഷം മുതൽ വനപാലകരെല്ലാം തന്നെ സുസജ്ജമായിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കടുവയെ കേന്ദ്രീകരിച്ച് നിലനിർത്താനും അതിനെ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാതെ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് അത് കടക്കാത്ത വിധത്തിൽ സംരക്ഷിച്ചു നിർത്താനും അതിനെ പിടികൂടാനുമുള്ള എല്ലാ ശ്രമങ്ങളും, നൂതന സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗിച്ച് ഇതിനെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും വനപാലകരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതും വലിയ കാര്യമാണ്. ആ നിമിഷം മുതൽ, രാധ മരിച്ച നിമിഷം മുതൽ ഈ സമയം വരെ കടുവയെ നിരീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ കടുവ ആക്രമിക്കപ്പെടാത്ത രീതിയിൽ കടുവയെ ഈ ഒരു ഭാഗത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്ത് നിർത്താനും അതിനെ പിടികൂടാനുമുള്ള ശ്രമങ്ങളായിരുന്നു ഇതുവരെ നടത്തിയിരുന്നത്. എന്തായാലും ഈ ഈ ദൗത്യം എല്ലാം തന്നെ വിജയിച്ചിരിക്കുന്നു. കടുവ ഈ ലൊക്കാലിറ്റിയിൽ തന്നെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്താനും സാധിച്ചിരിക്കുന്നു. ഇനി ഏത് രീതിയിലാണ് കടുവ ചത്തത് എന്നുള്ള കാര്യത്തിൽ മാത്രമേ സ്ഥിരീകരണം വരേണ്ടതുള്ളൂ. കുപ്പാടിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൃത്യമായ ശാസ്ത്രീയമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അതുവരെ 6-7 വയസ്സിനിടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തത് എന്നുള്ളതും അതിൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ മുറിവുകൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കാര്യം കൂടി അറിയേണ്ടതുണ്ട് എന്നുള്ള
എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ ആയിട്ടുള്ള കാര്യം. ഉൾവനത്തിൽ മറ്റ് മൃഗങ്ങളുമായി ഇത് ഫൈറ്റിംഗ് നടന്നിരുന്നോ എന്നുള്ള കാര്യത്തിലടക്കം സംശയ നിവാരണം വരുത്തേണ്ടതുണ്ട്. അതൊക്കെ തന്നെ അല്പസമയത്തിനകം കുപ്പാടിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അരുൺ സക്കറിയ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വിശദീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മന്ത്രി അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വിശദീകരിച്ച കാര്യമുണ്ട്. വനപാലകർ നേരത്തെ കണ്ടിരുന്ന ഉദ്യോഗസ്ഥരെ പോലെ അല്ല. അവർക്ക് പലപ്പോഴും ജോലിയിൽ ജനങ്ങൾക്ക് അവരുടെ ജോലിയിൽ അസംതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഇപ്പോഴത്തെ ദൗത്യം അവർ ആകെ മാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ദൗത്യത്തെക്കുറിച്ച് ജനങ്ങൾ കൺസേൺ ആയിരിക്കണം, എപ്പോഴും ബോധവാന്മാരായിരിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലർക്ക് ചില മടിയൊക്കെ കാണിച്ചിരിക്കാം, എന്നാൽ അവരെ ഉണർത്തേണ്ടത് ജനങ്ങൾ തന്നെയാണ്. അവരെല്ലാം തന്നെ ഇനിയുള്ള കാലങ്ങളിൽ ജാഗ്രതയോടുകൂടി മുന്നേറണം എന്നുള്ള കാര്യമടക്കം മന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ഒരു ബോധം അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടിയാണ് അവരുടെ കർത്തവ്യങ്ങൾ മുഴുകിയിരിക്കുന്നത് എന്നുള്ളതും ഇതുവരെ അവർ ചെയ്ത എല്ലാ സേവനങ്ങളും ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മനു.